1PM ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു മാഫിയ തലവൻ ഡി മണി എന്ന ദാവൂദ് മണിയെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. ചെന്നൈയിലുള്ള ഡി മണിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്മാർട്ട് ക്രിയേഷൻസുമായും ബന്ധമുണ്ടെന്ന നിർണായക മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി കടത്തിയ പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ പണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഉന്നതന് ഡി മണി കൈമാറിയെന്നും മൊഴിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് വിദേശ വ്യവസായിയുടെ മൊഴി. ശബരിമലയിൽ നിന്ന് സ്വർണം കൂടാതെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്നാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. 2019-20 കാലഘട്ടങ്ങളിലായി 4 വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയത്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ഈ കച്ചവടത്തിന്റെയും ഇടനിലക്കാരൻ. ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത്. 2020 ഒക്ടോബർ 26-ന് തിരുവനന്തപുരത്ത് വെച്ച് പണം കൈമാറ്റം നടന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ കച്ചവടത്തിൽ പങ്കെന്നാണ് വ്യവസായിയുടെ മൊഴിയിലുള്ളത്. ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയും മാത്രമാണ് തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ പങ്കെടുത്തതെന്നും വ്യവസായി മൊഴി നൽകി. മൊഴിയിലെ വിവരങ്ങളിൽ SIT വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉരുക്കിയെന്ന മൊഴി SIT വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും വിവരം നൽകാത്തതും പ്രതിസന്ധിയാണ്. പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പാളികൾ ഉരുക്കിയെടുത്ത സ്വർണമെന്ന നിലയിൽ ഗോവർദ്ധൻ SITക്ക് സ്വർണം നൽകിയത് അന്വേഷണം വഴിതെറ്റിക്കാനാണെന്നും SIT വിലയിരുത്തുന്നു. ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണത്തിന്റെ VSSCയിലെ പരിശോധനാ ഫലം നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണ സംഘത്തെ സ്വാധീനിക്കുന്നതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്മാറണം. SITക്ക് മേൽ സമ്മർദ്ദം തുടർന്നാൽ ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുമെന്ന് VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഈ 2 മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസിൽ. പക്ഷേ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. കോടതി പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ തയ്യാറെന്ന് CBI. നിലപാട് ഹൈക്കോടതിയെ അറിയിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. സ്വർണ്ണക്കൊള്ള കേസിലെ 10ാം പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി മറുപടി തേടി. ഈ മാസം 30-ന് ജാമ്യ ഹർജി പരിഗണിക്കും. ചരിത്രത്തിൽ ആദ്യമായി ലക്ഷം കടന്ന സ്വർണ്ണവില പവന് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയാണ് വില. ഈ വർഷം മാത്രം കൂടിയത് 44,800 രൂപയാണ്. കഴിഞ്ഞ വർഷം 1,00,000 കടന്ന സ്വർണ്ണവില ഈ വർഷം ഇരട്ടിയിലേറെയായി. വിലക്കയറ്റത്തെയും തോൽപ്പിക്കുന്ന വിധത്തിലാണ് പോയ വർഷങ്ങളിൽ സ്വർണത്തിന്റെ കുതിപ്പ്. അമേരിക്കൻ ഫെഡറൽ റിസർവ് നിരക്കിളവ് നൽകുന്നത് തുടരുന്നതാണ് സ്വർണ്ണക്കുതിപ്പിന് പ്രധാന കാരണം. യുക്രൈൻ യുദ്ധം, വെനസ്വേല അമേരിക്കൻ സംഘർഷം തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങളും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് പവന് വില 1,760 രൂപ കൂടി 1,01,600 രൂപയും ഗ്രാമിന് 220 രൂപ കൂടി 12,700 രൂപയുമായി. വിവാഹ സീസണിൽ വില ഉയരുന്നത് സ്വർണം വാങ്ങാനിരിക്കുന്നവർക്കും വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ്. ആക്ച്വലി ഇപ്പോൾ സീസണാണ്, കല്യാണ സീസണാണ്. പക്ഷേ നമ്മളുടെ ബിസിനസ് സ്വർണ്ണ വ്യാപാര രംഗത്തെ വളരെ അധികം പിടിച്ചുലച്ചിട്ടുണ്ട് റേറ്റ്. പേടിയില്ല, എങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് നല്ലൊരു റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് ഇതുകൊണ്ട് ഒരു നിർവാഹമില്ല. 1984 1 ഗ്രാം സ്വർണ്ണത്തിന് 300 രൂപ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 30 ഇരട്ടി കൂടുതലായി, ഇല്ലയോ? ഞങ്ങൾക്ക് സ്വർണം വേണ്ട, ഞങ്ങളുടെ പെൺപിള്ളേരെയും കെട്ടിക്കുന്നില്ല. സ്വർണ്ണം ഇട്ട് പെൺപിള്ളേരെയും കെട്ടിക്കുക, അവർ പൂണൂലിട്ട് കെട്ടിച്ചോളാം ഞങ്ങൾ. 10% പണിക്കൂലിയും GSTയും ചേർത്ത് ഇന്ന് 1 പവൻ ആഭരണ രൂപത്തിൽ വാങ്ങാൻ 1,15,112 രൂപയാകും. വിലക്കുതിപ്പിനെ തുടർന്ന് ഗോൾഡ് ETF-കളിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ്. 1 വർഷം കൊണ്ട് 1 പവന്റെ വിലയിലുണ്ടായത് 44,800 രൂപയുടെ വർധനയാണ്. 2026-ൽ സ്വർണം ഔൺസിന് $4,900 എത്തുമെന്നാണ് ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. വിലയേറുമ്പോൾ ലാഭമെടുപ്പും തിരുത്തലുമുണ്ടായേക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വില ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യതയെന്ന് വിദഗ്ധർ പറയുന്നു. ബിസിനസ് ഡെസ്ക് 24.
ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ വഷളാകുന്നു. ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ വൻ പ്രതിഷേധം. ബംഗ്ലാദേശ് സർക്കാരിന്റെ മുഖ്യോപദേശകൻ മുഹമ്മദ് യൂനിസിന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധം. വിസ വിതരണവും കോൺസുലാർ സേവനവും താൽക്കാലികമായി നിർത്തിയെന്ന് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അറിയിച്ചു. ഢാക്കയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനെ ബംഗ്ലാദേശ് വിളിച്ചുവരുത്തി. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെയാണ് ബംഗ്ലാദേശ് വിളിച്ചുവരുത്തിയത്. തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹൈക്കമ്മീഷണറോട് ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് സംഘർഷത്തിനിടെ മതനിന്ദ ആരോപിച്ച് ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയാണ് കൊൽക്കത്തയിലെയും ഡൽഹിയിലെയും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ പ്രതിഷേധം. വിശ്വഹിന്ദു പരിഷത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. हमारी मांग यह है कि भारत की सरकार डिप्लोमेटिक दबाव बनाए और वहां हिंदू हत्याएं बंद हो, हिंदू बहनों के बलात्कार बंद हो। दूसरी मांग हमारी ये है कि भारत के अंदर जिस प्रकार से अवैध बांग्लादेशी घुसपैठिए रह रहे हैं उनको जल्द से जल्द भारत से बाहर निकाला जाए, अन्यथा बजरंग दल अपनी कार्रवाई करेगा, उनको बाहर का रास्ता दिखाएगा. പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങൾ താത്കാലികമായി നിർത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിസ വിതരണമോ കോൺസുലർ സേവനങ്ങളോ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ വിസ സെന്ററിലെ സേവനങ്ങൾ പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ത്യയും നിർത്തിവച്ചിരുന്നു. ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതിനെതിരെയായിരുന്നു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലെ പ്രതിഷേധം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ആശിഷ് മട്ടുവിനൊപ്പം വിനീത വിജി, 24. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച. മർദ്ദിച്ചവരിൽ കൂടുതൽ പേരെ പിടികൂടാൻ കഴിയാത്തതും തെളിവ് ശേഖരണത്തിലെ വീഴ്ചയും തിരിച്ചടിയായി. അതേസമയം മർദ്ദിച്ചവരിൽ 2 പേരെ പിടികൂടി. രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആൾക്കൂട്ടത്തിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായി രാംനാരായൺ കൊല്ലപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം 15 പേരെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 5 പേരാണ് ആദ്യ ദിവസങ്ങളിൽ അറസ്റ്റിലായത്. മർദ്ദിച്ചവരിൽ പലരും രക്ഷപ്പെട്ടെന്ന സംശയമാണ് ഉയരുന്നത്. ഇവർക്കായി തമിഴ്നാട്ടിലുൾപ്പെടെ അന്വേഷണം നടത്താനാണ് തീരുമാനം. മർദ്ദനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയാത്തതും വീഴ്ചയായി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. ഇതിനിടെ ആൾക്കൂട്ടക്കൊലയിൽ 2 പേർ കൂടി പിടിയിലായി. വിനോദ്, ജഗദീഷ് എന്നിവരാണ് പിടിയിലായത്. കേസിൽ 15ഓളം പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം രാംനാരായണന്റെ മൃതദേഹം ജന്മനാടായ ഛത്തീസ്ഗഡിലെത്തിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗമാണ് മൃതദേഹം കൊണ്ടുപോയത്. രാംനാരായണന്റെ കുടുംബവും നാട്ടിലേക്ക് പോയി. ആൾക്കൂട്ടക്കൊലയിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാംനാരായണന്റെ കുടുംബത്തിന് ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 പാലക്കാട്. UDF അസോസിയേറ്റ് അംഗമാക്കിയതിനു പിന്നാലെ PV അൻവറിനെ സ്വാഗതം ചെയ്ത് കോഴിക്കോട് ബേപ്പൂരിൽ ഫ്ലക്സ് ബോർഡുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ അൻവർ ബേപ്പൂരിൽ മത്സരിക്കണമെന്നാണ് UDF പ്രവർത്തകരുടെ ആവശ്യം. മുന്നണിയിൽ വരുമ്പോൾ സംയമനം പാലിക്കണമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ PV അൻവറിന് മുന്നറിയിപ്പുമായി എത്തി. ബേപ്പൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തും പാർക്കിനോട് ചേർന്നും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ബോർഡുകളിൽ എഴുതിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന അൻവറിനെ റിയാസിനെതിരെ ബേപ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിച്ചാൽ ഒരു ട്രെൻഡ് ഉണ്ടാകും, വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. UDF ശക്തമായി അദ്ദേഹം നിൽക്കാൻ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. എന്തായാലും അൻവർ PV അൻവർ ബേപ്പൂരിലേക്ക് വരണം, മത്സരിക്കണം. അദ്ദേഹത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതേസമയം അൻവർ അതിരു കടക്കരുത് എന്ന മുന്നറിയിപ്പുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. പാർട്ടിക്ക് വിരുദ്ധമായി അൻവർ സംസാരിക്കരുതെന്നും UDFനെ വഴിയമ്പലമായി കാണരുതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. PV അൻവർ തീർച്ചയായിട്ടും കുറച്ചുകൂടി സംയമനം പാലിക്കണം. അദ്ദേഹം കുറച്ചുകൂടി ഒരു അനുസരണയില്ല. ഒരു ഘടകകക്ഷിയായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ചില മാന്യതയോടുകൂടി അദ്ദേഹം പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. ഒരിക്കലും ഒരു വഴിയമ്പലമായിട്ട് ഐക്യ ജനാധിപത്യ കക്ഷി നോക്കിക്കാണാൻ സാധ്യമല്ല. UDF പറഞ്ഞാൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കും എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. 24 കോഴിക്കോട്. കെ മുരളീധരനെ തൃശൂർ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ചകൾ. ഗുരുവായൂർ സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് ഏറ്റെടുക്കാനാണ് നീക്കം. ഇക്കാര്യത്തിൽ DCCയുടെ ആവശ്യം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തള്ളി. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാനാണ് താൽപര്യമെന്നാണ് കെ മുരളീധരന്റെ പ്രതികരണം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം മുൻനിർത്തിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ സീറ്റിൽ കെ മുരളീധരനെ ഇറക്കാനാണ് കോൺഗ്രസ് നീക്കം. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്നും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും കെ മുരളീധരൻ. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. കെ മുരളീധരന്റെ വരവ് ജില്ലാ നേതൃത്വവും സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ സീറ്റ് കോൺഗ്രസിന് വേണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെയും നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് കെ മുരളീധരൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും അടുപ്പവും ബന്ധമൊക്കെയുള്ള നേതാവാണ്. അതേസമയം സീറ്റ് വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. DCC പ്രസിഡന്റ് പറഞ്ഞത് തമാശയാണെന്ന് ലീഗ് ജില്ലാ അധ്യക്ഷൻ. കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന UDFന്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല. ഗുരുവായൂർ സീറ്റിന് പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകാനാണ് ആലോചന. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF നേതൃത്വം ആരംഭിച്ചു കഴിഞ്ഞു. 24 തൃശൂർ. കെ കരുണാകരന്റെ അനുസ്മരണ ദിനത്തിൽ തുറന്നു പറച്ചിലും നേതൃത്വത്തിന് വിമർശനവുമായി നേതാക്കൾ. അധികാരം നഷ്ടപ്പെടുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല എന്ന് എല്ലാവരും ഓർക്കണമെന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. 15 വർഷമായിട്ടും കെ കരുണാകരൻ സ്മാരകം പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് MK രാഘവൻ MP വിമർശിച്ചു. കോഴിക്കോട് DCCയിൽ നടന്ന കെ കരുണാകരൻ അനുസ്മരണ യോഗത്തിലാണ് വിമർശനവും തുറന്നു പറച്ചിലും. കെ കരുണാകരനുമായി ഇണങ്ങിയും പിണങ്ങിയുമാണ് താൻ മുന്നോട്ടു പോയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇടതും വലതും നിന്നവർ ചതിക്കുമെന്ന് താൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പും ചോറും തിന്നവർ തന്നെ അദ്ദേഹത്തെ വീഴ്ത്തി. താനും ഒരുപാട് നന്ദികേടുകൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരുപാട് നന്ദികേട് എന്നെപ്പോലുള്ള ആളുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ സഹായവും നന്ദിയും ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തിരിഞ്ഞു കുത്തുകയും അതുപോലത്തെ പുറത്തുനിന്ന് കുത്താനുള്ള ശ്രമം നടത്തിയതായിട്ടാണ് എൻ്റെ അനുഭവം എന്ന് ഞാൻ പറയട്ടെ. അധികാരവും പദവിയുമുണ്ടെങ്കിൽ അവസര സേവകന്മാരുടെ ഒരു വൻ പടതം ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ആ പടയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അധികാരം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളൊക്കെ അവസരമാക്കുമ്പോൾ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 വർഷമായിട്ടും കെ കരുണാകരൻ സ്മാരകം പൂർത്തിയാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്ന് MK രാഘവൻ MP. നേതൃത്വം ഇതിന് മറുപടി പറയണം. കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത നേതാവിന്റെ സ്മാരകം ഉയരാൻ ഇനിയും സമയമായില്ല എന്നാണ് പലരുടെയും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉയർന്നില്ല എന്നതിനെക്കുറിച്ച് നേതൃത്വം ഉത്തരം പറയണം എന്നുള്ളതാണ് വിനയപൂർവമായ എൻ്റെ അഭിപ്രായം. അടിയന്തരമായും ആ കെട്ടിടം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നീതി കാണിക്കണം എന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വാഗ്ദാനങ്ങൾ നൽകി അത് പാലിക്കാത്ത പുതിയ കാല നേതാക്കൾ കെ കരുണാകരനെ കണ്ടുപഠിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. 24 കോഴിക്കോട്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ നേപ്പാൾ സ്വദേശി ദുർഗാ കാമിയുടെ ആരോഗ്യനില തൃപ്തികരം. ആശങ്കകളില്ലെന്നും 72 മണിക്കൂർ നിർണായകമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ദുർഗ. നിരീക്ഷണത്തിന് ശേഷം മുറിയിലേക്ക് മാറ്റും. വിദഗ്ധരായ ഡോക്ടർമാരുടെ നിരീക്ഷണമുണ്ട്. ആരോഗ്യനില തൃപ്തികരം. എന്നാൽ 72 മണിക്കൂർ നിർണായകം. സങ്കീർണതകൾ സ്വാഭാവികമാണെന്നും മറികടക്കാൻ മുൻകരുതൽ എടുത്തിട്ടുണ്ടെന്നും ആശങ്കയില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് ഷാഹിർ ഷാ പറഞ്ഞു. ഹൃദയത്തിന്റെ ടെമ്പറേച്ചറും ബോഡി ടെമ്പറേച്ചറും മാച്ചിങ് ആണ്. അതിനുവേണ്ടിയുള്ള കുറച്ച് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് ഹൃദയം പ്രവർത്തിച്ച് തന്നെ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്നുള്ള ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം. അതിനുവേണ്ടി കുറേ സമയം കൊടുത്തു. അപ്പോൾ എല്ലാം പ്രോസസ്സും കഴിച്ച് വേട്ടയായി. പേഷ്യൻ്റ് ആശങ്കകളില്ല നിലവിൽ. ഇന്നലെയാണ് നേപ്പാൾ സ്വദേശിയായ ദുർഗാ കാമിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശി ദുർഗയിൽ മിടിക്കുന്നത്. 24 കൊച്ചി. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിയിൽ വെച്ചുപിടിപ്പിച്ചത്. ഷിബുവിന്റെ മൃതദേഹം കൊല്ലത്തെ വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. അരുൺരാജാണ് കൊല്ലത്തെ ഷിബുവിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഒരു കാരുണ്യത്തിന്റെ സ്പർശം നൽകിയാണ് ഷിബു കടന്നുപോകുന്നത്. ഇപ്പോൾ മൃതശരീരം വീട്ടിലെത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ, സംസ്കാരം എപ്പോൾ നടക്കും, മറ്റു വിവരങ്ങൾ? ക്രിസ്ത്യൻ അല്പസമയം മുമ്പാണ് ഷിബുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിലേക്ക്
ഇപ്പോൾ വീട്ടിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പൊതുദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നാട് ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഷിബുവിനെ അറിയാത്തവർ കഴിഞ്ഞ ഷിബുവിന്റെ നന്മ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ സമൂഹം ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഷിബു അവസാനമായി അത് കഴക്കൂട്ടം കഴിഞ്ഞ് ശബരിമല പോയി തിരിച്ചെത്തി മുടിവെട്ട് പോയതാണ്. അവിടെ വെച്ചാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പിന്നീട് ഒരു ബോധ മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഒരിക്കൽ പോലും ഷിബുവിന് കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ഈ ജീവൻ നഷ്ടമായി ഷിബുവിലേക്ക് തിരിച്ചെത്തുകയാണ്. അവസാനമായി ഷിബുവിനെ കാണാൻ ഷിബുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം വലിയൊരു വിഭാഗത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഷിബുവിന്റെ നന്മ മനസ്സിലാക്കിയ വലിയ സമൂഹമാണ്. ഷിബു ഇന്ന് നിരവധി പേരിലൂടെ തുടിക്കുന്ന ജീവനാണ്, ഓർമ്മയാണ്. അതുകൊണ്ട് ഷിബുവിന്റെ ആ നന്മ അത് അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ആ വ്യക്തിയെ ഒന്ന് കാണാനെത്തുന്ന നിരവധി പേരെ നമുക്കിവിടെ കാണാം. എന്തായാലും ആ വീട്ടുവളപ്പിൽ തന്നെയാണ് ഷിബുവിനെ സംബന്ധിച്ച് മസ്തിഷ്കമരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ വീട്ടിൽ നിന്നാണ് ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി ചേർന്നത്. നിരവധി പേർക്കാണ് ഷിബുവിന്റെ അവയവങ്ങൾ, അത് ചർമ്മം, നേത്രം, വൃക്ക, കരൾ, ഹൃദയം, രക്തകോശങ്ങൾ, ഇതൊക്കെ ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ പലതരത്തിൽ അവരുടെ ജീവൻ നിലനിർത്താനായി സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദുർഗാകാമിക്ക് ഷിബുവിൻ്റെ ഹൃദയം തുന്നിപ്പിടിപ്പിച്ചത്. ഇപ്പോൾ ഷിബുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. നിരവധി പേർ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട് ഷിബുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. എന്തായാലും നന്മയുടെ കരങ്ങൾ നീട്ടിക്കൊണ്ടാണ് ഷിബു ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. ആശങ്കയായി ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ വീണ്ടും പക്ഷിപ്പനി. താറാവ്, കോഴി, കാട തുടങ്ങിയവയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗബാധ. നെടുമുടിയിൽ കോഴികൾക്കും മറ്റുള്ളിടത്ത് താറാവിലുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോട്ടയത്ത് കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വേളൂർ എന്നീ വാർഡുകളിൽ കാട, കോഴി എന്നിവയിലും രോഗബാധ സ്ഥിരീകരിച്ചു. ഭോപ്പാൽ ലാബിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിന് പരിശോധനാ ഫലം കൈമാറി. അടിയന്തര നടപടികൾക്ക് വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ച ഫാമുകളിലെ താറാവുകളെയും കോഴികളെയും ഉടൻ മറവ് ചെയ്യും. ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷവേളകളിലെ പക്ഷിപ്പനി സ്ഥിരീകരണം കർഷകർക്ക് വൻ തിരിച്ചടിയാണ്. 24 ആലപ്പുഴ. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഉത്തരവായി. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതിയിൽ നിന്ന് നേരിട്ട കനത്ത തിരിച്ചടി മറികടക്കാനുള്ള ശ്രമത്തിലാണ് പ്രോസിക്യൂഷൻ. അപ്പീലിന് സർക്കാർ അനുമതി ലഭിച്ചതോടെ ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും. ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്ന് ശുപാർശയിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറും വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകൾ അവഗണിച്ചത് നിലനിൽക്കാത്ത കാരണം ചൂണ്ടിക്കാണിച്ചാണ്. സുതാര്യമായ വിചാരണ നടന്നില്ലെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നു. 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്നും അപ്പീലിൽ ഉന്നയിക്കും. ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് 5ഉം 6ഉം പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം. പുനഃപരിശോധനയ്ക്കായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം വൈകുന്നതിൽ CPIക്ക് അതൃപ്തിയുണ്ട്. 24 എക്സ്ക്ലൂസീവ്. മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് LDFൽ വൻ വിവാദമായിരുന്നു. CPI അഴിച്ചുവിട്ട കലാപം ആളിപ്പടർന്നപ്പോൾ CPIM അടിയറവ് പറയാൻ നിർബന്ധിതമായി. CPIM കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തുണ്ടാക്കിയ സമാധാന സന്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ 2 1. പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുക. 2. പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുക. തീരുമാനമെടുത്ത് 2 ആഴ്ച വൈകി കത്തയച്ചു. എന്നാൽ മന്ത്രിസഭാ ഉപസമിതി ചേരുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് കഴിഞ്ഞിട്ടും നിർണായക രാഷ്ട്രീയ പ്രശ്നത്തിൽ രൂപീകരിച്ച ഉപസമിതി എന്ന് യോഗം ചേരുമെന്നതിൽ വ്യക്തതയില്ല. യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാർക്കും തിട്ടമില്ല. യോഗം വൈകുന്നതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ നേതൃത്വം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ലെന്ന് മാത്രം. ഉപസമിതി ചേരാൻ വൈകിയാൽ പുനഃപരിശോധന അത്രയും വൈകുമല്ലോ എന്ന് ആശ്വാസം കൊള്ളുന്നവരും CPI നേതൃത്വത്തിലുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉപസമിതി ചേരുന്ന തീയതി നിശ്ചയിക്കുമെന്ന് സമിതി അധ്യക്ഷൻ വി ശിവൻകുട്ടി 24നോട് പറഞ്ഞു. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
ഡോക്ടർ സീസ തോമസ് കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ ശേഷം നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ചാൻസലറായ ഗവർണർ. ഗവേണിംഗ് കൌൺസിൽ യോഗത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുത്തത്. 9 മാസത്തിനു ശേഷം സർവകലാശാല ബജറ്റ് യോഗം പാസാക്കി. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഭരണസ്തംഭനവും പ്രതിഷേധങ്ങളുമെല്ലാം താൽക്കാലികമായി അവസാനിച്ചു. ഡോക്ടർ സിസ തോമസ് വിളിച്ച ആദ്യ ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ നേരിട്ട് പങ്കെടുത്തു. ഗവേണിംഗ് കൌൺസിൽ അംഗവും CPIM MLAയുമായ IB സതീഷും ചേർന്നാണ് ഗവർണറെ സ്വീകരിച്ചത്. മാർച്ച് മാസത്തിൽ പാസാക്കേണ്ട സർവകലാശാല ബജറ്റ് ഗവർണറുടെ സാന്നിധ്യത്തിൽ യോഗം പാസാക്കി. 23 അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ന് ഇപ്പം ബോർഡ് ഓഫ് ഗവർണൻസ് മീറ്റിംഗ് ആണ് നടന്നത്. അത് കഴിഞ്ഞ ഒക്ടോബർ 2024 ലാസ്റ്റ് നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2025-26 ബഡ്ജറ്റ് നമുക്ക് പാസ്സാക്കാൻ പറ്റിയിരുന്നില്ല. അതിവിടെ വെച്ച് പാസ്സാക്കുകയാണ് ചെയ്തത്. പിന്നെ മെയിനായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നത് PhD കുട്ടികളുടെ ഡിഗ്രി കൺഫർ ചെയ്യുന്നതും 1 വർഷമായിട്ട് അത് പെൻഡിങ് ആയിരുന്നു. അതും ഇന്നത്തെ മീറ്റിംഗിൽ അപ്രൂവ് ആയിട്ടുണ്ട്. 2024 ഒക്ടോബറിന് ശേഷം സർവകലാശാലയിൽ ഗവേണിംഗ് കൌൺസിൽ യോഗം ചേർന്നിട്ടില്ല. ഇടതംഗങ്ങളും സർക്കാർ പ്രതിനിധികളും വിട്ടുനിന്നതിനാൽ കോറം തികയാതെ യോഗം പിരിയുകയായിരുന്നു. മുഖ്യമന്ത്രിയും ഗവർണറും സമവായത്തിലെത്തിയതോടെയാണ് IB സതീഷ് MLA അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തത്. 24 തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് ശബരിമല വിശേഷങ്ങളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവർ ആണ്, അത് ഷുവർ ആണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയുമായി ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. രാവിലെ 7 മണിയോടെ പുറപ്പെട്ട ഘോഷയാത്ര ഇന്ന് രാത്രി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. വെള്ളിയാഴ്ച വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തി ദീപാരാധന. പുലർച്ചെ 5 മണിയോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തങ്കയങ്കി ദർശനം ആരംഭിച്ചു. നിരവധി ഭക്തരാണ് ദർശനത്തിനെത്തിയത്. 7 മണിയോടെ തങ്കയങ്കി രഥത്തിലേക്ക് എഴുന്നള്ളിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് തങ്കയങ്കി ഘോഷയാത്രയെ അനുഗമിക്കുന്നത്. വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരപരമായ വരവേൽപ്പിന് ശേഷം വെള്ളിയാഴ്ച ഘോഷയാത്ര സന്നിധാനത്തെത്തും. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാണ് ഘോഷയാത്ര. നമ്മൾ ഒരു DSPയുടെ ചുമതലയുള്ള ഒരു ടോട്ടൽ 30 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്ലസ് ഒരു ഇൻസ്പെക്ടർ, പ്ലസ് 3 സബ് ഇൻസ്പെക്ടർമാർ, പ്ലസ് ആംഡ് ഗാർഡുണ്ട്. അവർ ഓട്ടോമാറ്റിക് വെപ്പണാണ് വെച്ച് സുരക്ഷ കൊടുക്കുന്നതാണ്. 1973 തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 420 ഗ്രാം തൂക്കം വരുന്ന തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. പത്തനംതിട്ട. 1 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്.